ആൻഡ്രോയിഡിൽ ഇപ്പോൾ ഏറ്റവും അടിപൊളി റേസിംഗ് ഗെയിം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ പേരായിരിക്കും പറയുക. കാരണം അത്ര അടിപൊളി ഗ്രാഫിക്സ് ഒരു രക്ഷയില്ലാത്ത ഗെയിമാണത്. അപ്പോൾ ഇന്ന് ആ ഒരു ഗെയിമിൻ്റെ ചെറിയൊരു ഗെയിം പ്ലേ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള ഗെയിമാണ്. ഏകദേശം 3 GB അടുത്ത് സൈസ് ഉണ്ട്. 2.306 എത്രയാണ്ട് 3 GB താഴെയാണ് സൈസ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട്. നല്ല അടിപൊളി ഗ്രാഫിക്സും കാറുകളൊക്കെ ഒരു രക്ഷയിലോ നല്ല ഒറിജിനാലിറ്റി. നമ്മളെന്താ പറയുക PC ഗെയിംസിലൊക്കെ കാണുന്ന ആ രീതിയിലുള്ള ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അടിപൊളി ഗെയിമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം പ്ലേ നോക്കി നോക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുവിധം എല്ലാ വണ്ടികളിലും ഉണ്ടാവും. ഒരുവിധമല്ല എല്ലാണ്ടെന്ന് തോന്നുന്നു. അത്രയധികം കാറുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഏതെടുക്കുക G-Wagon അല്ലത്. G-Wagon വേണ്ട, അതെടുക്കാം. G-Wagon തന്നെ റോൾസ് റോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് നോക്കാം. ഉണ്ട് റോൾസ് റോയ്സിൻ്റെ ക്വാളിറ്റി നോക്കി നിങ്ങൾ. ടയറും ആ ലുക്കും ടോട്ടൽ എല്ലാ വണ്ടികളും ഇങ്ങനെയാണ്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. ഗെയിം മൊത്തത്തിൽ ആകപ്പാടൊരു മാതിരി രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ നോക്കി ഞാൻ കുറേ നോക്കി എൻ്റെ ലാസ്റ്റ് എത്തണില്ല. ഇപ്പോഴാണ് ലാസ്റ്റ് എത്തിയത്. ഞാൻ ഇന്നലെയൊക്കെ കുറേ നേരം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നീക്കി നോക്കി എൻ്റെ കഴിയുന്നുണ്ടായില്ല. അത്രയധികം വണ്ടികളുണ്ട്. അപ്പോൾ ഇത് പെഗാനിയാണ്. പെഗാനി നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ കാർ എന്ന് പറയുന്നത് ഇതാണ്. ഇതല്ല, വേറെ കാറുകൾ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. സ്റ്റാർട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെവലുകളാണ്. പിന്നെ റേസിംഗ് മോഡ്സ് ഉണ്ട്, സിംഗിൾ പ്ലെയർ, മൾട്ടി പ്ലെയർ ഉണ്ട്. ആദ്യം നമുക്കിങ്ങനെ പാർക്കിംഗ് ലെവലുകളൊക്കെയാണ്. റേസിംഗ് മോഡ് വേണമെങ്കിൽ റേസിംഗ് മോഡ് എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആദ്യം പാർക്കിങ്ങിൻ്റെ കാണിച്ചു തരാം, അതിന് ശേഷം റേസിങ്ങിൻ്റെ കാണിച്ചു തരാം. ഞാൻ കുറച്ച് 2-3 ലെവൽ കളിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ സിമ്പിൾ പാർക്കിംഗ്. അപ്പോൾ ഇതിലൊക്കെ ഒരേ പാർക്കിങ്ങിൻ്റെ ലെവലിൽ ഒരേ കാറുകൾ നമുക്ക് കിട്ടും. അത് അടിപൊളി സംഭവമാണ്. അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഒരേ ലെവലിൽ നമുക്ക് ഒരേ കാർ കിട്ടും. ഇതേപോലെ ഇങ്ങനെ ഓടിച്ചു പോവാം. അയ്യോ, വഴി തെറ്റിപ്പോയി. ഇപ്പുറത്തേക്കാണ് പോകേണ്ടത്. അല്ല, കാറൊക്കെ തിരിക്കുമ്പോൾ കിടന്ന് സ്കിഡൊക്കെ ആണ്. രക്ഷയില്ല, കിട്ടില്ല സാധനം. പിന്നെ ഇവിടെ ഡ്രൈവിങ്, റിവേഴ്സ്, ഇവിടെയാണ് ഗിയർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ തട്ടാൻ പാടില്ല, തട്ടാണ്ട് ഇങ്ങനെ പോകണം. അതാണ് ഗെയിം. 2-3 പ്രാവശ്യം കണ്ട് തട്ടിയാൽ അപ്പോൾ ഔട്ടാവും. അത് തട്ടാണ്ട് ഇങ്ങനെ പോയി പാർക്ക് ചെയ്യണം. ആദ്യത്തെ ലെവലൊക്കെ ഇങ്ങനെ സിമ്പിളാണ്. ചെറിയ പാർക്കിങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത ലെവലും കൂടി കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ റേസിങ്ങിലേക്ക് പോവാം. സൗണ്ടൊക്കെ മാറിയതാണ്. വണ്ടി മാറുന്നതനുസരിച്ച് സൗണ്ട് ക്വാളിറ്റിയും രക്ഷയില്ല കിട്ടില്ല. അപ്പോൾ ഇനി തിരിച്ചെടുക്കാം. അപ്പോൾ റേസിങ്ങിൻ്റെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിലത്തെ കുറച്ച് കൺട്രോൾസ് സംഭവങ്ങൾ കാണിച്ചത്. അതായത് നമ്മുടെ ക്യാമറ ആംഗിൾസ്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ലെവലാണ്. നമ്മുടെ GT അതാണ് അതിലുള്ളത്, നിസാൻ GT അത്. അപ്പോൾ ക്യാമറ ആംഗിൾസ് മാറ്റി തരാം. അയ്യോ, ടൈം കഴിയാതായിരുന്നു. ഇതാണ് ക്യാമറ ആംഗിൾസ് 1. പിന്നെ ഈ ഒരു ബാക്കിൽ നിന്നുള്ള വ്യൂ, പിന്നെ സൈഡിൽ നിന്നുള്ള, പിന്നെ ഇൻറ്റീരിയർ വ്യൂ ഇതാണ്. ഇങ്ങനെ നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ കാണാം. ഇൻറ്റീരിയർ വ്യൂ അത്ര റിയലിസ്റ്റിക്കായിട്ട് തോന്നില്ല. കാരണം വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടി എനിക്ക് എക്സ്റ്റീരിയർ വ്യൂ ആണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ റേസിംഗ് മോഡ് എടുക്കാം. അപ്പോൾ നമ്മുടെ റേസിംഗ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. സ്റ്റാർട്ട് റേസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് റേസിങ്ങിൻ്റെ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള വണ്ടിക്ക് ഫസ്റ്റ് കയറി പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി അത്ര പോരാന്ന് തോന്നുന്നു. നമ്മുടെ എൻട്രി ലെവൽ വണ്ടിയാണല്ലോ, നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച വണ്ടിയാണല്ലോ. അതുതന്നെ വലിയ പുള്ളിങ് ഇല്ല വണ്ടിക്ക്. സ്പീഡ് അത്ര പെട്ടെന്ന് കയറുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഇത് അപ്പുറത്തെത്തി. അയ്യോ, സ്കിഡായി ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് അത് എടുത്തിരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഗെയിം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ 3 GB അടുത്ത് സ്പേസ് വരും. അപ്പോൾ നല്ലതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.